വെൽക്കം ടു പ്രൈം ഡയറക്ഷൻ. പ്രൈം ഡയറക്ഷൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മളെ പ്രൈം ഡയറക്ഷൻ്റെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ടോപ്പിക്കാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. എന്താണ് ഇപ്പോൾ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് എന്താണ് 4 ഡയറക്ഷൻസ് ആണുള്ളത്. ഏതൊക്കെ? നോർത്ത് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, സൗത്ത് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിപ്പോൾ ഓർമ്മിക്കാൻ ഇപ്പം പണിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ നോർത്തിന് വരെ N എന്ന് ഓർമ്മിക്കുക, സൗത്തിന് വരെ S, ഈസ്റ്റിന് വരം E, വെസ്റ്റിന് വരം W. ഇനിയിപ്പോൾ ഇത് ഓർമ്മിക്കാൻ എന്താണ് ഓർമ്മയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം ഓർമ്മിക്കുക, ന്യൂസ് എന്ന് ഓർമ്മിച്ചാൽ മതി. NEWS, ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാർത്ത. അപ്പോൾ അതെങ്ങനെ ഓർമ്മിക്കുക? N ഇവിടെ, E ഇവിടെ, W ഇവിടെ, S ഇവിടെ. ഇതാ N ഇവിടെ, E ഇവിടെ, W ഇവിടെ, S ഇവിടെ. അപ്പോൾ നോർത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സൗത്ത് ആണ്. വെസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഈസ്റ്റ് ആണ്. പിന്നെ നോർത്തിൻ്റെ ലെഫ്റ്റിലേക്ക് ഏതാണ്? വെസ്റ്റ് ആണ്. റൈറ്റിലേക്ക് ഈസ്റ്റ് ആണ്. അപ്പോൾ ഇത് മാത്രമാണോ ഡയറക്ഷൻ? ഈ 4 ഡയറക്ഷൻ മാത്രമല്ല നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരിക. വേറെ ഒരു 4 ഡയറക്ഷൻ കൂടിയുണ്ട്. അത് ഏതൊക്കെയാണ്? ഇതാണ് വേറെ 4 ഡയറക്ഷൻസ്. ഇവിടെ നോർത്താണ്, ഈസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേതായിരിക്കും? നോർത്ത് ഈസ്റ്റ്. റെഡി? ഇനിയിപ്പോൾ സൗത്ത് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതേതാ? സൗത്ത് ഈസ്റ്റ്. വേണമെങ്കിൽ ഈസ്റ്റ് സൗത്ത് എന്നും പറഞ്ഞു, കുഴപ്പമില്ല. ഇനിയിപ്പോൾ വെസ്റ്റ് സൗത്ത്, ഇത് WS, ഇത് NW അല്ലെങ്കിൽ WN. ഇത്രയേ ഉള്ളൂ. ആകെ ഇതാ 4 കോമൺ ആയിട്ടുള്ള ഡയറക്ഷൻസും പിന്നെ ഇത് 4 മിക്സ് ചെയ്തിട്ടുള്ള ഡയറക്ഷൻസും 8 ഡയറക്ഷൻസ്. ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് നമുക്ക്? ഇനിയിപ്പോൾ ലെഫ്റ്റും റൈറ്റും പറയണം. എന്താണ് ലെഫ്റ്റും റൈറ്റും? ഇതാ ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ച്, ഇതാണ് ഒബ്ജക്റ്റ്, അത് മേലോട്ടാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും എങ്ങനെയാണ് കാണുക? അതിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. അപ്പോൾ ചോദിക്കൂ, ഞാനിപ്പോൾ തല തിരിച്ചങ്ങ് വെച്ച്, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് എവിടെയാ? ഇവിടെയാണോ എന്ന് ചോദിക്കും. അല്ല, അതിൻ്റെ റൈറ്റ് ഏതെവിടെ? ഇവിടേക്കാണുള്ളത്. അതിൻ്റെ ലെഫ്റ്റോ? അത് ഇവിടേക്കാണുള്ളത്. അപ്പോൾ വേറെ ഡൗട്ട് വയ്ക്കും, എന്നാൽ ഞാൻ ഇങ്ങനെ വെച്ചെന്ന് വിചാരിക്കുക, അങ്ങനെയാണെന്നാൽ അതിൻ്റെ റൈറ്റ് ലെഫ്റ്റ് എവിടെയാ? അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് കട്ട്. എന്താണ് ഈ റൈറ്റ്? ഏത് ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് എവിടേക്ക് ആയിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കും. എങ്ങനെയാണ് ക്ലോക്ക് കറങ്ങുക? ക്ലോക്ക് ഇത് എങ്ങനെയല്ലേ കറങ്ങുക? ക്ലോക്ക് ഇത് എങ്ങനെയാണ് കറങ്ങുക? റെഡി? ക്ലോക്ക് ഇത് ഇവിടുന്ന് ഇങ്ങനെ പോയി, ഇവിടുന്ന് ഇങ്ങനെ പോയി, ഇങ്ങനെയല്ലേ കറങ്ങുക? 12, 3, 6, 9 പറഞ്ഞിട്ടല്ലേ കറങ്ങുക? അതാണ് ഏത് ഇതിൻ്റെയും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കും എന്ത് റൈറ്റ് ഉണ്ടാവുക. ഇതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഏതാ? ഇവിടെ എങ്ങനെ വെച്ചതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ താഴോട്ടല്ലേ? ഇവിടുന്ന് ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് താഴോട്ടുള്ള ഇതിനെയാണ് റൈറ്റ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഏതാണ്? അതാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഇവിടെ നോക്ക്, ഇതിൻ്റെ റൈറ്റ് ലെഫ്റ്റ് ഏതാ? ഇതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഏതാ? ഞാനിപ്പോൾ 9 മണീൻ്റെ അവിടെയാണല്ലോ വിചാരിക്കുക. അത് മേലോട്ട് പോകുകയാണെങ്കിൽ മേലോട്ടല്ലേ പോവുക. അപ്പോൾ ഇവിടെ ഏതാണ്? ഇതാണ് റൈറ്റ്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലോക്ക് ഒന്ന് ഓർമ്മിച്ചാൽ മതി. റൈറ്റ് എവിടേക്കാണ്? മേലോട്ട്. ലെഫ്റ്റ് എവിടേക്കാ? ലെഫ്റ്റ് താഴോട്ട്. ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് എങ്ങനെയാണ് കറങ്ങുക? ക്ലോക്ക് ഇങ്ങനെയാണ് കറങ്ങുക. ആൻറ്റി ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് കറങ്ങുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെയാണ് കറങ്ങുക. റെഡി? അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൈറ്റ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് എന്ത്? ലെഫ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് വരിക. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചൊരു സാധനത്തിൻ്റെ റൈറ്റ് ഡയറക്ഷൻ എവിടേക്കാ? ഇവിടേക്ക്. ഇങ്ങനെ വെച്ചതിൻ്റെ ലെഫ്റ്റ് ഡയറക്ഷൻ എവിടേക്കാ? ഇവിടേക്ക്. ഇനി ഞാൻ ഇങ്ങനെ വെച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് എവിടെയാ? ഇതിൻ്റെ 90 ഡിഗ്രി റൈറ്റ് എവിടേക്കാ? അതെവിടേക്കാ? ഇവിടേക്കായിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് എവിടേക്കായിരിക്കും? ഇവിടേക്കായിരിക്കും. ഇതെങ്ങനെയാണ് കണ്ടേ? ഇതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടുന്ന് ഇതിങ്ങനെ വെച്ച സാധനം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുമ്പോൾ ഇങ്ങനെയാവും. അത്രയേ ഉള്ളൂ. റെഡി? ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നമുക്ക്. അതിന് മുന്നേ ഒരു കാര്യം കൂടി. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A and B എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ B and D. ഒരാൾ Aന്ന് Bയിലേക്ക് പോയി, അവിടുന്ന് Bന്ന് Cയിലേക്ക് പോയി, Cന്ന് Dയിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഈ Bൻ്റെയും Dൻ്റെയും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? BC + CD എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആകുമോ? ഇല്ല. ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക? ഈ ബി സിയും ഡിയും ഉണ്ട്. അപ്പോൾ ബി ഡിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക? ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആകുമോ? അത് ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ സ്ട്രെയിറ്റ് ലൈനായിരിക്കും വരയ്ക്കുക. എങ്ങനെയാ?
ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കണം? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കണം. ഇത് സ്ട്രെയിറ്റ് ലൈൻ ഒന്നും ആയിട്ടില്ല, എന്നാലും അങ്ങനെയാണെന്ന് കരുതും നിങ്ങൾ. അപ്പോൾ എന്താണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കാണുക? ഇതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കാണുക? നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് കർണം സ്ക്വയർ ഈക്വൽ ടു പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ എന്നൊക്കെ ആയിരിക്കും പഠിച്ച്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചെങ്കിൽ നമ്മളെന്താണ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് അങ്ങനെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ വേർഡ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? BD ഈസ് ഈക്വൽ ടു എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് BC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. ഇത് ചെയ്താൽ മതി. എന്താണ് ഇത് കാണാൻ ഇതിൻ്റെ ഈ ലെങ്ത് ഇല്ലേ അതിൻ്റെയും ഈ ലെങ്ത്തിൻ്റെയും എന്താണ് സ്ക്വയർ കാണുക, അതിൻ്റെ സമ്മ് കാണുക. ആദ്യം സ്ക്വയർ കാണുക, ഇതാ BC സ്ക്വയർ, ഇവിടെ CD സ്ക്വയർ, എന്നിട്ട് അതിൻ്റെ സമ്മ് കാണുക BC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. അപ്പോൾ എന്തായി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ B ആൻഡ് D കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. റെഡി? ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് അനുഗ്രഹ വാക്കഡ് 4 കിലോമീറ്റർ വെസ്റ്റ് ഓഫ് ഹർ ഹൗസ്. അപ്പോൾ അവളൊരു ഹൗസ് ഉണ്ട്. ഞാനിപ്പോൾ ഹൗസിന് അവിടെ ഒരു പോയിൻ്റ് ആയിട്ട് എടുത്ത്, എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് അവൾ വാക്ക് ചെയ്തത്? വെസ്റ്റിലേക്ക്. നമ്മൾ ഏതായിരുന്നു നമ്മൾ ഈ ഡയറക്ഷൻ ഒരു ഇത് എഴുതി വെച്ചില്ലേനോ? അപ്പോൾ തൽക്കാലം മറന്നു പോകാണ്ട് കമ്മിറ്റ് ചെയ്ത് അവിടെ വരച്ച് വെക്കുക. NSW ഈസ്റ്റ്. അപ്പോൾ എന്താണ് വീട്ടിൽ നിന്ന് വെസ്റ്റിലേക്ക് പോയി എന്നാണ് പറയുന്നത്. എത്ര? 4 കിലോമീറ്റർ വെസ്റ്റിലേക്ക് പോയി. വെസ്റ്റ് എവിടെയാണ്? ഇവിടെയാണ് പോയിന്റ് വീട് എന്ന് കരുതുക. അതിൻ്റെ വെസ്റ്റ് എവിടേക്കാണ് പോവുക? വെസ്റ്റ് ഇങ്ങോട്ട് എൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ 4 കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന് 4. പിന്നെന്താ പറയുന്നത്? ദെൻ ടേൺഡ് സൗത്ത്. അവിടെ നിന്ന് എന്തായി? സൗത്തിലേക്ക് ടേൺ ചെയ്തെന്ന് പറഞ്ഞത്. ഇവിടുത്തെ സൗത്ത് ഏതാ? ഈ പോയിൻ്റിൽ നിന്ന് സൗത്ത് ഏതാ? ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പോയിൻ്റ് ആയിട്ട് കരുതുക. അവിടുന്ന് സൗത്ത് തന്നെ താഴോട്ട് താഴോട്ട്. അപ്പോൾ ഇതായി 3 കിലോമീറ്റർ കവർ ചെയ്ത്. ഇനി എന്താണ് ഫൈനലി ഷീ മൂഡ് 5 കിലോമീറ്റർ ടുവാർഡ്സ് ഈസ്റ്റ്. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ ഈസ്റ്റ് ഏതാ? ഇതാ ഇവിടേക്കല്ല ഈസ്റ്റ്, ആ ഭാഗത്തേക്കാണ് ഈസ്റ്റ്. അപ്പോൾ എന്തായി ഇവിടുന്ന് 5 കിലോമീറ്റർ. ഇവിടെ വരെ വരച്ചാൽ മതിയോ? ഇല്ല, ഇവിടെ 4 ആയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടുക 5. അപ്പോൾ ഇവിടെ 5 കിലോമീറ്റർ പോയി. എന്താണ് പിന്നെ പറയുന്നത്? ഇൻ വിച്ച് ഡയറക്ഷൻ ഷീ ഈസ് റെസ്പെക്ട് ടു ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇവളിപ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്? അപ്പോൾ ഏതാ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്? ഇതാ ഇവിടെയല്ലേ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇവിടെയല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ഈ പോയിൻ്റ് ഏത് ഡയറക്ഷനിലാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഈ സാധനത്തിന് അവിടെ വരച്ച് വെച്ചതാ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഈ ഡയറക്ഷനെ വരച്ച് വെച്ചതാ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഈ ഡയറക്ഷനെ വരച്ച് വെക്കുക. ഇത് നോർത്ത്, ഇവിടെ സൗത്ത്, ഇവിടെ വെസ്റ്റ്, ഇവിടെ ഈസ്റ്റ്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് നോക്കുമ്പോൾ എൻഡിങ് പോയിന്റ് ഏത് ഡയറക്ഷനിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ഒക്കെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഇത് ഏത് ഭാഗത്തേക്കുന്ന നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ. അപ്പോൾ ഇത് ഏതാ ഡയറക്ഷൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈസ്റ്റിൻ്റെയും സൗത്തിൻ്റെ ഇടയിലാണെങ്കിൽ എന്തായിരിക്കും? സൗത്ത് ഈസ്റ്റ് ആയിരിക്കും അല്ലേ? ഡയറക്ഷൻ സൗത്ത് ഈസ്റ്റ്. അപ്പോൾ ഇതെത്ര ഏതാ ഡയറക്ഷൻ? ഇൻ വിച്ച് ഡയറക്ഷൻ ഷീ ഈസ് നൗ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്ന് നോക്കണം. ഞാനിതപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇവിടെ കയറി നിന്ന് നോക്കുക. അപ്പോൾ എൻ്റെ സ്ട്രെയിറ്റിലാണോ ഉണ്ടാകുക? അല്ല, അങ്ങോട്ടേക്കാണ് ഉണ്ടാകുക. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ സൗത്ത്. അപ്പോൾ ഇവിടേക്ക് എന്താ? സൗത്ത് ഈസ്റ്റ്. ആൻസർ എന്താ വരിക? സൗത്ത് ഈസ്റ്റ് എന്നാണ് വരിക. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ട്രാവൽ 30 കിലോമീറ്റർ ഇൻ വെസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ഡയറക്ഷൻ്റെ ഇത് വരച്ച് വെക്കുക. പിന്നെന്താ പറയുന്നത്? എ മാൻ ട്രാവൽ 30 കിലോമീറ്റർ വെസ്റ്റ്. ഇതാ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിക്കും. അവിടുത്തെ വെസ്റ്റിലേക്ക് പോയി. വെസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക്. അപ്പോൾ വെസ്റ്റിൽ നിന്ന് 30 കിലോമീറ്റർ ഇവിടേക്ക് പോയി. പിന്നെന്തായി? ദെൻ ഹീ ടേൺ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാന്ന് പറഞ്ഞ് ആൻറ്റി ക്ലോക്ക് വൈസാ. ഇവിടെ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് എഴുതാ ഇങ്ങോട്ടേക്കാണോ? അല്ല, ഇങ്ങോട്ടേക്ക്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട്. റെഡി? എന്നിട്ട് അവിടെ നിന്ന് എത്ര പോയി എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ പോയി എന്നാണ് പറയുന്നത്. ഇനി ഹി അഗെയിൻ ടേൺസ് റൈറ്റ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ റൈറ്റ് എവിടേക്കായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കും ഇങ്ങോട്ടേക്ക്. റെഡി? ഇങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് പോയി. റൈറ്റിലേക്ക് പോയിട്ട് എത്ര പോയി? 20 പോയി. എന്താ ചെയ്ത്? ആദ്യം വെസ്റ്റിലേക്ക് പോയി, അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി, പിന്നെ അവിടുന്ന് റൈറ്റിലേക്ക് പോയി. ഇതാ വെസ്റ്റ്, ലെഫ്റ്റ്,
റൈറ്റ്. ഒരിക്കലും ഇത് മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. എന്താണ് ഇനി അടുത്തത്? ഫൈൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഹീ ഫേസിങ് നൗ. അവളിപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്? എങ്ങോട്ടേക്കാണ്? അവളിത് അങ്ങോട്ടേക്കല്ലേ ഫേസ് ചെയ്തിട്ടുണ്ടാകുക? അങ്ങോട്ടേക്കല്ലേ ഫേസ് ചെയ്തിട്ടുണ്ടാകുക? അതേതാ ഡയറക്ഷൻ? നോക്ക്, വെസ്റ്റ് അല്ലേ ഡയറക്ഷൻ. അപ്പോൾ ആൻസർ എന്താ വരിക? വെസ്റ്റ്. അപ്പോൾ ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ വെസ്റ്റ് എന്ന് വരും. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വികാസ് ട്രാവൽ 15 കിലോമീറ്റർ നോർത്ത്. ഇനിയിപ്പോൾ അത് വരയ്ക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ഒന്ന് മൈൻഡിലൊന്ന് കണക്ക് കൂട്ടുക. അല്ല ഏതാണ് ഡയറക്ഷൻ എന്നുള്ളത്. അപ്പോൾ അതെന്താണ്? ഒരു പോയിന്റിൽ നിന്ന് വികാസ് എത്ര നോർത്തിലേക്ക് പോയി, 15 കിലോമീറ്റർ നോർത്ത് പോയി. ദെൻ ടേൺസ് ടു ഹിസ് റൈറ്റ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി. എത്ര? 20 പോയി. ഇവിടെ 15 ഇതിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത് ഉണ്ട്. അപ്പോൾ 20. ദെൻ ഹീ അഗെയിൻ ടേൺസ് ടു ഹിസ് റൈറ്റ്. അവിടുന്ന് പിന്നെ റൈറ്റിലേക്ക് പോയി. റെഡി? ആൻഡ് ട്രാവൽസ് 15. അപ്പോൾ ഇതും എന്താണ്? സെയിം ഡിസ്റ്റൻസാണ്. ഇതെന്താണ്? റൈറ്റിലേക്ക് പോയത് ലെഫ്റ്റിലേക്ക് പോയതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടുന്ന് ഏതാണ്? ക്ലോക്ക് വൈസ് റൈറ്റ് ഡയറക്ഷനിൽ പോയി എന്നാണ് പറയുന്നത്. റൈറ്റ് ഡയറക്ഷൻ നേരെ ഇതിൻ്റെ റൈറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഇങ്ങോട്ടേക്ക്. ഇവിടുന്ന് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. ഇനി അവിടുന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പിന്നെയും പറയുന്നത് എന്താ? പിന്നെയും റൈറ്റ് ഡയറക്ഷൻ. ഇവിടുത്തെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി എന്താണ്? നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസ് ഫ്രം ഈസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് നോക്കുമ്പോൾ അവൻ ഏത് ഡയറക്ഷനിൽ നിന്നാണ്? ഞാനിതാ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കുക. അപ്പോൾ ഏത് ഡയറക്ഷനിലുള്ള ഏതാ? ഈസ്റ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ നമ്മളിവിടെ വരച്ച് നോക്കിയിട്ടുണ്ട്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കുമ്പോൾ പറയുന്നത് എവിടെയാണ് വെക്കണ്ടേ? ഞാനിവിടെ വെച്ച്. അവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ഈസ്റ്റ് ഡയറക്ഷൻ. ഈ ഭാഗത്തേക്കല്ലേ ഉള്ളത്? ഇവിടുന്ന് ഈ ഭാഗത്തേക്ക്. ആൻസർ എന്താ വരിക? ഈസ്റ്റ്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് എ ആൻഡ് ട്രാവൽസ് 3 കിലോമീറ്റർ ഈസ്റ്റ് വാർഡ്സ് ടു ബി. അപ്പോൾ എന്താണ്? ഒരു എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അവിടുന്ന് ഈസ്റ്റിലേക്ക് പോയി. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. ഈസ്റ്റിലേക്ക് എത്രയാണെന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ പോയി എന്ന് പറഞ്ഞ്. അതിന് ഈസ്റ്റ് അത് ഏതാ പോയിന്റ്? ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോയി. ബി എന്ന് പറഞ്ഞ പോയിന്റ്. ദെൻ ഹീ ടേൺസ് ലെഫ്റ്റ് ആൻഡ് ട്രാവൽസ് 9 കിലോമീറ്റർ ടു സി. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലോട്ടേക്ക് വയ്ക്കും. വരയ്ക്കാൻ സ്ഥലമില്ല, നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. മാറ്റി വരയ്ക്കുമ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം എന് ഇവിടെ വെച്ച് ബീനെ ഇവിടെ വരച്ചിട്ടുണ്ട്. 3 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എന്താണ്? ലെഫ്റ്റ്. ഇങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് മേലോട്ട്. ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടാ. ഈ സാധനം പോയിൻ്റ് ചെയ്യുന്നില്ലേ? ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടാ, താഴോട്ടല്ലേ ക്ലോക്ക് തിരിയുക. അപ്പോൾ അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് അതിൻ്റെ മേലോട്ട്. ഇവിടുന്ന് മേലോട്ട് പോയി. മേലോട്ട് എത്ര പോയി? 9 പോയി. ദെൻ ഹീ ടേൺസ് ലെഫ്റ്റ് ആൻഡ് ട്രാവൽസ് 9 കിലോമീറ്റർ ടു റീച്ച് സി എന്നാണ് പറയുന്നത്. ഈ സിയിലെത്തി. ദെൻ ഹീ അഗൈൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് ട്രാവൽസ് 15 കിലോമീറ്റർ. എന്താണ്? ഇനി പിന്നെ ലെഫ്റ്റിലേക്ക് പോയി. അപ്പോൾ മേലോട്ട് ഫേസ് ചെയ്യുന്നതിൻ്റെ ലെഫ്റ്റ് എവിടെയാണ്? ഇടത് ഭാഗത്തേക്കല്ലേ? ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടത് തന്നെയാണ്. അപ്പോൾ ഇവിടേക്കല്ലേ? ഇവിടുന്ന് 15. അപ്പോൾ ഇവിടെ 3, ഇവിടെ 15. ലെങ്ത്ത് കുറവുണ്ടാവും. നമ്മളൊന്ന് ഡെമോ വരച്ചതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായി? ഇവിടെ എത്തി. 15 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് ഈ ഡെസ്റ്റിനേഷൻ ഏതാ? ഡി എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനാണ്. ഇനി ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഡി എന്നാണ് കാണേണ്ടത്. ഇതെങ്ങനെയാണ് കാണുക? നമ്മൾ ഇത്രയും നേരം ട്രയാങ്കിളിൽ മാത്രമല്ലേ പഠിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ ABCD ഇതല്ലേ പഠിച്ചുള്ളൂ എന്നല്ല. ഇതെങ്ങനെയാണ് കാണുക? ഏതാണ് ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്? ഇങ്ങനെയല്ലേ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്? ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താലല്ലേ. അപ്പോൾ ഇതിൽ എയും ബിയും സിയും ഡി ഒക്കെ ആയിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കൺഫ്യൂഷൻ വരിക? നോക്ക്, ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒന്ന് വെറുതെ ഇവിടെ ഒന്ന് വരച്ച് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ച് കാരണം എന്താ? നമുക്ക് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എന്താണ്? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണ്ടേ? എന്താണ്? അപ്പോൾ ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ? ഈ ലെങ്ത് എത്രയായിരിക്കും? ഈ ലെങ്ത് എത്ര കിട്ടുക? 9 അല്ലേ കിട്ടുക. കാരണം എന്താ? ഈ ലെങ്ത്തും സെയിം അല്ലേ? 9. അപ്പോൾ ഇനി എന്താണ്? ഇനി ഈ ലെങ്ത്താണ് കിട്ടണ്ടേ. ഈ ലെങ്ത്ത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഈ 15 - 3 ചെയ്താൽ പോരെ? റെഡി? അപ്പോൾ എന്തായി? 12. അപ്പോൾ ഈ ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്, ഈ ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്. ഇനി ഡി എ ആണ് കണ്ടേ. ഡി എ എങ്ങനെയാണ് കാണുക? ഡി എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അതിൻ്റെ രണ്ടിൻ്റെയും സമ്മ്, സ്ക്വയർ റൂട്ടിൻ്റെ സമ്മ്. 12 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. എന്തായിരിക്കും സമ്മ് വരിക? റൂട്ട് ഓഫ് 144 പ്ലസ് 81 എത്രയാ? 225 അല്ലേ? റൂട്ട് ഓഫ് 225 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 എന്ന് വരും. ആൻസർ എന്തായിരിക്കും വരിക? 15.
റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അല്ലാണ്ട് എന്താണ് എയും ഡിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3ഉം 9ഉം 15ഉം കൂടി കൂട്ടിയ ഇതല്ല. എന്താണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ആണ് കണ്ട്. അതാണ് പൈത്തഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഇൻട്രൊഡക്ഷൻ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ റാഷി വാക്ഡ് 20 മീറ്റർ ടുവാർഡ്സ് നോർത്ത്. ഇവിടുന്ന് 20 മീറ്റർ പോയിന്ന് പറഞ്ഞ് നോർത്തിലേക്ക് പോയിട്ടുണ്ട് 20. ദെൻ ഹീ ടേൺഡ് റൈറ്റ് ആൻഡ് വാക്സ് 30. എന്താണ് ഇതിൻ്റെ റൈറ്റ് എത്രയാ? ഇങ്ങോട്ടേക്കല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടുന്ന് 30 വാക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഹീ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 35. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞത് താഴോട്ട്. അപ്പോൾ എത്രയായി? താഴോട്ടേക്ക് 35 പോയി എന്ന് പറഞ്ഞ്. ഇവിടം വരെ 20. അപ്പോൾ അതിനേക്കാളും ലെങ്ത് ഉണ്ടാവും 35. റെഡി? ഇനി എന്താണ്? ദെൻ ഹീ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 15. ഇവിടുന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ? താഴോട്ട് ഫേസ് ചെയ്യുക. അതിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കല്ലേ. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോയിട്ട് 15 പോയി എന്ന് പറഞ്ഞ്. റെഡി? ദെൻ ഫൈനലി ഹീ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 15. അവിടുന്ന് പിന്നെയും 15 പോയി എന്നാണ് പറയുന്നത് ലെഫ്റ്റിലേക്ക്. അപ്പോൾ ലെഫ്റ്റ് ഏതാ? ഇവിടുന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മേലോട്ട്. പിന്നെയും ഫൈനലി 15 പോയി. റെഡി? ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ആൻഡ് ഹൗ മെനി മീറ്റേഴ്സ് ഈസ് ഈ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്നാണ്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതാ? ഇവിടെ. ഇവിടുന്ന് ഇവിടേക്ക് ഏതാ ഡയറക്ഷൻ എന്നും എത്ര അതിൻ്റെ ഡിസ്റ്റൻസ് എന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് കാണുക? നോക്ക്, ഇവിടെ 20. അപ്പോൾ ഇതിൻ്റെ നേരെയുള്ള സ്ഥലമല്ലേ ഇവിടെ? ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടായില്ലേ? ഇതിന് നേരെയുള്ളൊരു പോയിൻ്റ്. ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇവിടുന്ന് മുതൽ ഈ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് അതും 20 ആക്കിയല്ലേ? നോക്ക്, ഇതൊക്കെ പെർപെൻഡിക്കുലർ അല്ലേ? നമ്മൾ ലെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 20 ആണ്. അപ്പോൾ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ഉണ്ടാകുക? 15 അല്ലേ ഉണ്ടാകുക? റെഡി? അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇത് 3 എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ലേ വരണ്ടേ? കാരണം എന്താ? ഇതാ നോക്ക്, ഇവിടെയും 15, എവിടെയും 15. ഞാൻ അങ്ങോട്ട് പോയി 15 പോയി, ഇങ്ങോട്ടും 15 വന്ന്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെയല്ലേ ഉണ്ടാവണ്ടേ? അപ്പോൾ എന്തായി? ഇത് 3ഉം എന്താണ്? ഒരേ ഡയറക്ഷനിലല്ല, ഒരു പോയിന്റിലാണുള്ളത് ഈ 3 പോയിന്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താണ്? ആദ്യം എന്താണ്? ഡയറക്ഷൻ കാണണം. എന്താ ഡയറക്ഷൻ വരിക? ഈ പോയിന്റ് നോക്കുമ്പോൾ അതേതാ ഡയറക്ഷൻ വരിക? ആ പോയിന്റ് എവിടെയാണ് ഡയറക്ഷനിൽ വരിക? ഈസ്റ്റ് അല്ലേ വരിക? അപ്പോൾ എന്താണ്? ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആണ്. പിന്നെന്താണ്? ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഹൗ മെനി മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന്. എത്രയാണ് ഡിസ്റ്റൻസ്? ഇതാ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 30 ആക്കിയല്ലേ? കാരണം എന്താണ്? പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടി എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 30. പിന്നെ എന്താണ് കാണണ്ടേ? ഈ ഡിസ്റ്റൻസ് കാണണം. ഇതെങ്ങനെയാണ് കാണുക? ഇവിടെ താഴെ 15 ആണെങ്കിൽ ഇവിടെയും 15 അല്ലേ? അപ്പോൾ ഇതിൻ്റെ സം എത്ര വരിക? ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്താ പറയുക? ഹൗ മെനി മീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത് രണ്ടും കൂടി സം ചെയ്യുക. ആൻസർ എന്താ? 45. അപ്പോൾ ആൻസർ എന്താ വരിക? ഈസ്റ്റ് 45 എന്നുള്ളത് നമ്മൾ ഓപ്ഷൻസിലുണ്ടാവും. ആൻസർ എന്താ ചെയ്യുക? ഈസ്റ്റ് 45 എന്ന് മാർക്ക് ചെയ്യുക. റെഡി? അപ്പോൾ ഇതാണ് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ ടോപ്പിക്ക്. എല്ലാവരും എന്താണ്? നല്ലോണം വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അതിനുശേഷം ബാക്കിയുള്ള വീഡിയോസിലേക്ക് കടക്കുക.